An important identity and lemma. It is section 6.6, and also we are going to discuss about Rolle's theorem. We have a polynomial f of x equal to a naught x raised to n plus a1 x raised to n minus 1 a1 x raised to n minus 1 plus etc. plus an. This is a polynomial, then f of x equal to 0 is a algebraic equation. Let x1, x2, etc. xn be the roots of this polynomial. Then by replacing x by x plus h, we get f of x plus h equal to x in the place x plus h കൊടുക്കും. x plus h all raised to n, x plus h all raised to n minus 1 അങ്ങനെയുള്ള ടേമുകൾ ഉണ്ടാവും. സോ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് എക്സ് ടു plus etc. plus f of x divided by x minus xn. And we have also plus etc. h square into അങ്ങനെയുള്ള ടേമുകൾ ഉണ്ടാവും. By Taylor's theorem or by Taylor's formula we have f of x plus h equal to f of x plus h into f dash of x plus h square by 2 factorial into f double dash of x plus etc. So f of x plus h രണ്ട് എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ എച്ചിൻ്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുക. എച്ചിൻ്റെ കോഎഫിഷ്യൻ്റ് ഇതിൽ ഈ ബ്രാക്കറ്റിലുള്ളതാണ്. രണ്ടാമത്തേൽ അത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് f of x divided by x minus x2 plus etc. plus f of x divided by x minus xn. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ദിസ് എൻ ഇമ്പോർട്ടൻ്റ് ഐഡൻറ്റിറ്റി. അതായത് എഫ് ഡാഷ് ഓഫ് എക്സിന് ഒരു പോളിനോമിയലിൻ്റെ ഡെറിവേറ്റീവിന് ആ പോളിനോമിയലും അതിൻ്റെ റൂട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പാൻഷനാണ്. ഇനി this expression can be expressed in another form, that is throughout f of x കൊണ്ട് divide ചെയ്യുക. So we get 1 by x minus x1 plus 1 by x minus x2 plus etc. plus 1 by x minus xn എന്ന് കിട്ടും. ഇനി ഈ റൂട്ട്സ് x1 x2 etc. xn ആ റൂട്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് ആകണമെന്നൊന്നുമില്ല. ചില റൂട്ടുകൾ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. മൾട്ടിപ്ലിസിറ്റി മോർ ദാൻ 1 വരുന്നുണ്ടാവും. സപ്പോസ് ദാറ്റ് സം ഓഫ് ദി റൂട്ട്സ് ആർ നോട്ട് സിമ്പിൾ, ദാറ്റ് ഈസ് ലെറ്റ് എ ബി സി എക്സെട്ര എൽ. ഈ എ ബി സി എക്സെട്ര എൽ എന്ന് പറയുന്നത് ഈ x1 x2 എക്സെട്ര xnൽ ഏതൊക്കെയാണ്? ഇത് മൾട്ടിപ്ലിസിറ്റി ആൽഫ ബീറ്റ എക്സെട്ര ലാംഡ. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷനെ നമുക്ക് ഈ ഐഡൻറ്റിറ്റിയെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x1ൻ്റെ, അതായത് എ ആണ് എഴുതുന്നതെങ്കിൽ താഴെയുള്ള ടേമുകൾ എക്സ് മൈനസ് റൂട്ട് എന്നുള്ള ഫോമിലാണല്ലോ. അതായത് എക്സ് മൈനസ് എ, പിന്നെ അടുത്തത് എക്സ് മൈനസ് ബി, ആ ഫോമിലാണ്. അപ്പോൾ എ എഴുതുമ്പോൾ എയുടെ മൾട്ടിപ്ലിസിറ്റി എത്രയാണോ അത് എഴുതും. ദാറ്റ് ഈസ് ആൽഫ ബൈ എക്സ് മൈനസ് എ ആൻഡ് ബീറ്റ ബൈ എക്സ് മൈനസ് ബി പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ ബൈ എക്സ് മൈനസ് എൽ. This is the expression in the case of multiple roots. So ഈ ഐഡൻറ്റിറ്റിയുടെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ആ ഐഡൻറ്റിറ്റി പഠിച്ചു വെക്കണം. എഫ് ഡാഷ് എക്സ് കാണാനുള്ള ഇക്വേഷൻ, അതുപോലെ അതിൻ്റെ ത്രൂ ഔട്ട് എഫ് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള മറ്റു ഫോമുകൾ, അതുപോലെ മൾട്ടിപ്ലിസിറ്റി ഓഫ് റൂട്ട്സ് വരുന്ന ആ ഫോം കൂടെ, ദാറ്റ് ഈസ് നമ്മൾ ലാസ്റ്റ് എഴുതിയ ഈ ഫോം. ഈ 3 ഐഡൻറ്റിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പിന്നീട് യൂസ് ചെയ്യേണ്ടി വരും. So now we consider a lemma. The statement is when
x increases and passes through a real root of f of x, the quotient f dash of x divided by f of x on becoming infinite changes sign from minus to plus or passes from minus infinity to plus infinity എന്നാണ്. ദാറ്റ് ഈസ് നമ്മൾ ഈ കോഷ്യൻ്റ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കോഷ്യൻ്റാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ ലെമ്മ പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് എന്ന കോഷ്യൻറ്റിൻ്റെ സൈൻ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. ഇത് നമുക്കറിയാം, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1/x - x1 plus 1/x - x2 plus etc plus 1/x - xn ആണ്. വേറെ x1 x2 etc xn are roots of f of x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ് ഇങ്ങനെ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ ഇൻക്രീസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഇതിലേതെങ്കിലും ഒരു റൂട്ടിലേക്ക് പോവുക. ദാറ്റ് ഈസ് എക്സ് ടെൻസ് ടു എക്സ് ഐ ഫോർ സം ഐ ഈക്വൽ ടു 1 2 3 അപ് ടു n ഏതെങ്കിലും ഒരു റൂട്ടാവുക. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് എന്ന കോഷ്യൻ്റെ വാല്യൂ ബിക്കം ഇൻഫൈനൈറ്റ് ആവും. ദാറ്റ് ഈസ് ഇപ്പോൾ x1 ആവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ x - x1 എന്നുള്ള ടേം 1/0 എന്ന് വരും. ദെൻ ദാറ്റ് ബിക്കം ഇൻഫൈനൈറ്റ്. ദെൻ അങ്ങനെ ആവുമ്പോൾ ഇറ്റ് ചേഞ്ചസ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കോഷ്യൻ്റ് അതിൻ്റെ സൈന് മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക് ചേഞ്ച് ചെയ്യും. അതായത് ഒരു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യും. ഓർ പാസസ് ഫ്രം, ഇനി അതിൻ്റെ വാല്യൂ, ഇത് സൈനിൻ്റെ കാര്യമാണ് മൈനസ് ടു പ്ലസ്, ആൻഡ് ഇറ്റ്സ് വാല്യൂ ബിക്കം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ എക്സ് ഒരു എഫ് ഓഫ് എക്സിൻ്റെ ഏതെങ്കിലും ഒരു റൂട്ടിനെ പാസ് ചെയ്യുമ്പോൾ പാസസ് ത്രൂ the roots of f of x, then the value, the sign changes from minus to plus, negative to positive, and values or passes from that is value changes from minus infinity to plus infinity. ഈ ക്വസ്റ്റ്യൻ്റെ സൈന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കും വാല്യൂ മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കും ചേഞ്ച് ചെയ്യുന്നു. ഒരു ഇമ്പോർട്ടൻ്റ് ലെമ്മയാണ്. ഇതിൻ്റെയും പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് വി ഹാവ് റോൾസ് തിയറം. റോൾസ് തിയറം മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രോബ്ലം, റിലേറ്റഡ് പ്രോബ്ലംസ്. ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് റിയൽ റൂട്ട്സ് എ ആൻഡ് ബി ഓഫ് എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് there is at least one and at any rate an odd number of roots of its derivative f dash of x. അതായത് റോൾസ് തിയറം നമുക്കറിയാം. റോൾസ് തിയറം എന്ന് പറയുന്നത് ഒരു എഫ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ, അത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അത് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ദെൻ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും സീറോ ആണെങ്കിൽ there exists at least one c between a and b interior of ab such that f dash of c equal to 0. ഇത് തന്നെയാണ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പറഞ്ഞത്. അതായത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും സീറോ ആണ്. അതായത് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ രണ്ട് കോൺസിക്യൂട്ടീവ് സീറോസിന് ഇടയ്ക്ക്, അത് എയും ബിയും ആണെങ്കിൽ, അതായത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും സീറോ ആകുമ്പോൾ എയും ബിയും എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സാണ്. എഫ് ഓഫ് എക്സിൻ്റെ രണ്ട് അടുത്തടുത്തുള്ള റൂട്ട് കോൺസിക്യൂട്ടീവ് റൂട്ട്സിൻ്റെ ഇടയ്ക്ക് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവിന് ഒരു സീറോ ഉണ്ടായിരിക്കും. എഫ് ഡാഷ് ഓഫ് എക്സിന് അറ്റ്ലീസ്റ്റ് വൺ, ഒരു സീറോ അല്ല അറ്റ്ലീസ്റ്റ് വൺ, ഒരു സീറോ എങ്കിലും ഉണ്ടായിരിക്കും. ആൻഡ് ലാസ്റ്റ് ഒരു സെൻറ്റൻസ് കൂടെ പറയുന്നുണ്ട്. ആൻഡ് അറ്റ് എനി റേറ്റ് എൻ ഓഡ് നമ്പർ ഓഫ് റൂട്ട്സ് ഓഫ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ്. അതായത് ഒന്നുകിൽ അറ്റ്ലീസ്റ്റ് വൺ റൂട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ an odd നമ്പർ 1, അല്ലെങ്കിൽ 3 റൂട്ട് 5 റൂട്ട്, അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയാണ് റോൾസ് തിയറം പറയുന്നത്. സോ വൺസ് അഗെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് റൂട്ട്സ് എ ആൻഡ് ബി ഓഫ് എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് there is at least one and at any rate an odd number of roots of its derivative f dash of x. എഫ് ഓഫ് എക്സിൻ്റെ ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് സീറോസിൻ്റെ ഇടയ്ക്കും
ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിന് എഫ് ഡാഷ് ഓഫ് എക്സിന് അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് റൂട്ട്സിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. സോ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിസൾട്ട് പറയാൻ, ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് റൂട്ട്സ് സി ആൻഡ് ഡി, നമ്മൾ 2 കോൺസിക്യൂട്ടീവ് റൂട്ട്സ് എടുത്തു, സി ആൻഡ് ഡി ഓഫ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ 2 റൂട്ട്സാണ്, 2 കോൺസിക്യൂട്ടീവ് റൂട്ട്സാണ് സിയും ഡിയും. ദെൻ നമുക്ക് തിരിച്ചും പറയാം, ദർ എക്സിസ്റ്റ് അറ്റ് മോസ്റ്റ് 1 റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. അപ്പോൾ സിയും ഡിയും ഡെറിവേറ്റീവിൻ്റെ 2 കോൺസിക്യൂട്ടീവ് റൂട്ട്സ് ആണെങ്കിൽ അതിനിടയ്ക്ക് ഫംഗ്ഷന് അറ്റ്മോസ്റ്റ് 1 റൂട്ട് ഉണ്ടായിരിക്കും, അതായത് മാക്സിമം 1, അതായത് ഒന്നുകിൽ മാക്സിമം 1 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നമ്പർ ഓഫ് റൂട്ട്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 1 ആവാം അല്ലെങ്കിൽ 0 ആവാം, അതായത് ഒന്നുകിൽ റൂട്ട് ഇല്ലാതിരിക്കാം അല്ലെങ്കിൽ റൂട്ട് ഉണ്ടാകാം. ഉണ്ടെങ്കിൽ മാക്സിമം 1 ഉണ്ടാവും, ഉണ്ടെങ്കിൽ 1 ഉണ്ടാവും. That is maximum 1, at most 1 root of f of x. Between 2 consecutive roots c and d of the derivative f dash of x lies at most 1 root of f of x. ഡെറിവേറ്റീവിൻ്റെ 2 കോൺസിക്യൂട്ടീവ് റൂട്ട്സിനിടയ്ക്ക് ഫംഗ്ഷന് എഫ് ഓഫ് എക്സിന് മാക്സിമം 1 റൂട്ട് ഉണ്ടാകാം. Now we have some problem related to Rolle's theorem. ഇപ്പോൾ പ്രോബ്ലംസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, സെപ്പറേറ്റ് ദി റൂട്ട്സ് ഓഫ് ദി ഗിവൺ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തരും, അതിൻ്റെ റൂട്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ റോൾസ് തിയറം ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x റൈസ് ടു 5 മൈനസ് 5x റൈസ് ടു 4 പ്ലസ് 10x² മൈനസ് 10x പ്ലസ് 1. അപ്പോൾ എഫ് ഓഫ് എക്സ്, ദെൻ റോൾസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഡെറിവേറ്റീവ് കാണണം. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10x റൈസ് ടു 4 മൈനസ് 20x³ plus 20x minus 10. That is 10 can be taken outside. 10 into x raised to 4 minus 2x³ plus 2x minus 1. ഇതിൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഈ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കൊറോളറി ഉപയോഗിച്ചിട്ട് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സീറോസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് 2 കോൺസിക്യൂട്ടീവ് റൂട്ട്സിനിടയ്ക്ക് അറ്റ്മോസ്റ്റ് 1 റൂട്ട് ഉണ്ടാകുമെന്നാണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് കാണണം. അതിന് ഈ എഫ് ഡാഷ് ഓഫ് എക്സിനെ ഒരു 4th ഡിഗ്രി ഇക്വേഷനൊക്കെയാണ്. അപ്പോൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. ഇതിനെ 10 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നെഴുതാം. എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തൊട്ടുമുകളിൽ എഴുതിയിരിക്കുന്ന ആ ഫംഗ്ഷൻ കിട്ടും. Then f dash of x into zeros, f dash of x equal to 0 implies 10 into x minus 1 whole cube into x plus 1 equal to 0 എന്ന് കിട്ടും. That implies x equal to 1 and minus 1. x equal to minus 1 plus 1. അത് 2 റൂട്ടാണ്. അതിൽ 1ൻ്റെ മൾട്ടിപ്ലിസിറ്റി 3 ആണ്, മൈനസ് 1 ഒരു സിമ്പിൾ റൂട്ടാണ്. സോ മൈനസ് 1 ആൻഡ് 1 ആർ 2 distinct roots of f dash of x എന്ന് കിട്ടും. നോ ഇനി നമ്മൾ കാണേണ്ടത് സൈൻ ചേഞ്ചസ് നോക്കിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സ് ഈസ് ദ ഗിവൺ ഫംഗ്ഷൻ, ദെൻ ഡെറിവേറ്റീവ് കാണുന്നു, ഡെറിവേറ്റീവിൻ്റെ സീറോസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ നമ്മൾ കാണേണ്ടത് എഫ് ഓഫ് ഈ ഡെറിവേറ്റീവിൻ്റെ സീറോസിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ കാണണം. ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് കാണുന്നത്, അതായത് എഫ് ഓഫ് 1 കാണണം, എഫ് ഓഫ് മൈനസ് 1 കാണണം. നമുക്ക് വാല്യൂ ആവശ്യമില്ല, നമുക്കതിൻ്റെ സൈൻ കിട്ടിയാൽ മതി. എഫ് ഓഫ് 1 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതേപോലെ എഫ് ഓഫ് മൈനസ് 1 വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റിയും എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റിയും ഇത് എല്ലാത്തിനും കോമൺ ആയിട്ട് കാണേണ്ടതാണ്. ബാക്കിയുള്ള അത് ഏതാണോ റൂട്ട്, ഡെറിവേറ്റീവിൻ്റെ റൂട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഒന്നുകൂടെ എഴുതാം. 2x റൈസ് ടു 5 മൈനസ് 5x റൈസ് ടു 4 പ്ലസ് 10x² മൈനസ് 10x പ്ലസ് 1. ഇതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി മീൻസ്
ഇവിടെ എക്സിന് മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഇൻഫിനിറ്റി റേസ് ടു 5 കിട്ടും. അതായത് -2 എക്സ് റേസ് ടു ഇൻഫിനിറ്റി റേസ് ടു 5. അതുപോലെ ഇത് -5 ഇൻഫിനിറ്റി റേസ് ടു 4 പ്ലസ് 10 ഇൻഫിനിറ്റി സ്ക്വയർ പ്ലസ് 10 ഇൻഫിനിറ്റി പ്ലസ് 1. സോ ഈ രണ്ട് ടേം എങ്ങനെയായാലും ഇതിനേക്കാൾ വലുതായിരിക്കും, കാരണം ഇവിടെ ഇൻഫിനിറ്റിയുടെ 5th പവറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു നെഗറ്റീവ് ടേം ആയിരിക്കും വലുതുണ്ടാവുക. സോ വി ഗെറ്റ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0. സോ ദാറ്റ് ഈസ് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈസ് ലെസ് ദാൻ 0. നൗ നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് ഈസ് -1 എഫ് ഓഫ് 1. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 - 5 പ്ലസ് 10 -10 പ്ലസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് -2 ആണ്, ദാറ്റ് ഈസ് നെഗറ്റീവ് ആണ്. അതുപോലെ എഫ് ഓഫ് -1 ദാറ്റ്സ് ഈക്വൽ ടു -2 - 5 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 1 ദാറ്റ്സ് 14 എന്ന് കിട്ടും, പോസിറ്റീവ് ആണ്. ഇനി എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി ഇറ്റ് ഈസ് ക്ലിയർലി ഇറ്റ് ഈസ് പോസിറ്റീവ്, ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. സോ നമ്മളതിൻ്റെ സീക്വൻസ് ഓഫ് സൈൻസ് എഴുതാം. സീക്വൻസ് ഓഫ് സൈൻസ് ഓഫ്, അപ്പോൾ ആദ്യം ഏറ്റവും ചെറുത്, അതായത് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി, ഈ ഓർഡറിൽ തന്നെ എഴുതാം. ദെൻ റൂട്ട്, അതിലെ ഏറ്റവും ചെറിയ റൂട്ട് എഫ് ഓഫ് -1, ദെൻ എഫ് ഓഫ് 1 ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാം. ദെൻ എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി. ആ സൈൻ ചേഞ്ചസ് എഴുതിയാൽ, ആ സീക്വൻസ് എഴുതിയാൽ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി നെഗറ്റീവാണ്, എഫ് ഓഫ് -1 പോസിറ്റീവാണ്, എഫ് ഓഫ് 1 നെഗറ്റീവ്, എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി പോസിറ്റീവ്. Then we consider the variations. Variations means number of sign changes. Number of sign changes occurs. That is, ഇവിടെ എത്ര സൈൻ ചേഞ്ച് ഒക്കർ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ -ന്ന് പ്ലസ് ആവുന്നു, അപ്പോൾ 1 ആയി. ദെൻ +ന്ന് വീണ്ടും മൈനസ് ആവുന്നു, ദെൻ അനദർ 1, ദെൻ -ന്ന് പ്ലസ്സിലേക്ക് അനദർ 1. സോ 3 സൈൻ ചേഞ്ചസ് ആണുള്ളത്, അല്ലെങ്കിൽ വേരിയേഷൻസ് എന്ന് പറയും. വേരിയേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ നമ്പർ ഓഫ് വേരിയേഷൻസ് ആണ് എത്ര റിയൽ റൂട്ട് ഉണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 3 റിയൽ റൂട്ട് ഉണ്ട്. ഇനി നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു 5th ഡിഗ്രി ഇക്വേഷനാണ്. സോ അതിന് 3 വേരിയേഷൻസ് കിട്ടി. അപ്പോൾ എഫ് ഓഫ് എക്സ് ഹാസ് 3 റിയൽ ആൻഡ് സിമ്പിൾ റൂട്ട്സ് ഉണ്ട്. ഇനി ഇൻ്റർവെൽസ് ഏതിലൊക്കെയാണ് ഉണ്ടാവുന്നത്, നമുക്ക് അവിടെയും സൈൻ ചേഞ്ചസ് നോക്കിയാൽ മതി. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് എഫ് ഓഫ് -1ലേക്ക് വരുമ്പോൾ ഒരു സൈൻ ചേഞ്ച് ഉണ്ടാവുന്നു. അതായത് -∞ -1ൽ ഒരു റൂട്ടുണ്ട്. അടുത്തത് സൈൻ ചേഞ്ച് ഉണ്ടാവുന്നത് -1ൽ നിന്ന് +1ലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ ആ ഇൻ്റർവെല്ലിലും ഒരു റൂട്ടുണ്ട്. ദെൻ അടുത്ത റൂട്ട് 1 ∞ ഉണ്ടായിരിക്കും. സോ here we have 3 variations. It indicates that the function f of x has 3 real and simple roots. The intervals are, separations are -∞ -1, -1 1 and 1 ∞. So that is the problem. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നു, ഡെറിവേറ്റീവിൻ്റെ സീറോസ് റൂട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ എഫ് ഓഫ് -∞, എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി, ദെൻ ഈ എഫ് ഓഫ് ഈ റൂട്ട്സ്, ഇതിൻ്റെ സൈൻ ഏതാണ്, സൈൻ ചേഞ്ചസ് ആണ്. ദെൻ നമ്പർ ഓഫ് വേരിയേഷൻസ്, അതായിരിക്കും നമ്പർ ഓഫ് റിയൽ റൂട്ട്സ്. അതിനനുസരിച്ച് ആ വേരിയേഷൻ അനുസരിച്ച് കറസ്പോണ്ടിങ് ഇൻ്റർവെൽസ് എഴുതാം. അതായിരിക്കും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻ്റർവെൽസ്. ദെൻ നെക്സ്റ്റ് വി ഹാവ് അനദർ ടൈപ്പ് ഓഫ് പ്രോബ്ലം. How many real roots has the equation f of x equal to x raised to 4 minus 4ax plus b equal to 0? ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, 4th ഡിഗ്രി പോളിനോമിയൽ. അതിന് എത്ര റിയൽ റൂട്ട്സ് ഉണ്ട് എന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടു നമ്മൾ, 4x³ minus 4a. We can outside 4 can be taken outside, x³ minus a. Then f dash of x in the zeros കാണാം. That implies x³ equal to a, x equal to a raised to 1/3. You
cube root of a. So f dash of x ന്റെ x cube equal to a എന്ന് പറയുമ്പോൾ എക്സിന് വേറെയും ഒമേഗൻ്റെ ടൈമിൽ റൂട്ട് വരും, പക്ഷേ നമുക്ക് റിയൽ റൂട്ട് മാത്രം മതി. സോ എഫ് ഡാഷ് ഓഫ് എക്സിന് ഡെറിവേറ്റീവിൻ്റെ ഓൺലി റിയൽ റൂട്ട് ഈസ് a raised to 1/3 ക്യൂബ് റൂട്ട് ഓഫ് a. നൗ നമുക്ക് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി കാണണം. അതിൻ്റെ സൈന് എഫ് ഓഫ് a raised to 1/3 എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി. ഇത്രയും നമ്പേഴ്സിൻ്റെ ഈ ഫങ്ഷൻസിൻ്റെയൊക്കെ സൈൻ ഏതാണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് കാണും. അതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 4 മൈനസ് 4ax പ്ലസ് ബി ആണ്. ദെൻ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി നമുക്ക് കൊടുത്താൽ നമുക്ക് മനസ്സിലാവും ഇൻഫിനിറ്റി റൈസ് ടു 4 പ്ലസ് 4a ഇൻഫിനിറ്റി പ്ലസ് ബി ആണ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്, ഒരു പോസിറ്റീവ് നമ്പറാണ് കിട്ടുക. കാരണം ഇൻഫിനിറ്റിയുടെ 4th പവറൊക്കെയാണ്, എങ്ങനെയായാലും ഒരു വലിയ പോസിറ്റീവ് നമ്പറായിരിക്കും നമുക്ക് ആഡ് ചെയ്യാനുണ്ടാവും. സോ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈസ് പോസിറ്റീവ്. ദെൻ എഫ് ഓഫ് a raised to 1/3 ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a raised to 4/3 മൈനസ് 4a ഇൻറ്റു a raised to 1/3 പ്ലസ് ബി ദാറ്റ്സ് ഈക്വൽ ടു a raised to 4/3 minus 4a raised to 4/3 plus b. Then we get that's equal to minus 3 into a raised to 4/3 plus b. It is f of a raised to 1/3. ഇനി ഇതിൻ്റെ സൈന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ബീനെ ഡിപ്പെൻഡ് ചെയ്യും. ബി എന്ന് പറയുന്നത് 3a raised to 4/3 തന്നെയാണെങ്കിൽ എഫ് ഓഫ് a raised to 1/3 0 ആയി മാറും. Okay, that is the only real root of the equation f of x equal to 0 will be the multiple root of a raised to 1/3. അതായത് b equal to 3a raised to 4/3 ആണെങ്കിൽ a raised to 1/3 എന്നുള്ളത് എഫിൻ്റെ ഒരു റൂട്ടായിരിക്കും. അതായത് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഓൺലി റിയൽ റൂട്ടാണ്, അത് എഫ് ഓഫ് എക്സിൻ്റെയും റൂട്ടായിട്ട് മാറും. ഇനി ബി ഗ്രേറ്റർ ദാൻ, ഇപ്പോൾ ഈക്വൽ ടു ആണ് എടുത്തത്, ഇനി ഗ്രേറ്റർ ദാൻ 3a raised to 4/3 ആണെങ്കിൽ ദെൻ എഫ് ഓഫ് a raised to 1/3 എന്ത് വരും? അതായത് ഇവിടെ മൈനസ് 3a raised to 4/3 പ്ലസ് അതിനേക്കാൾ വലിയൊരു നമ്പർ, സോ ഇത് പോസിറ്റീവായിരിക്കും. അപ്പോൾ ഈ കേസിൽ, അതായത് ബി ഗ്രേറ്റർ ദാൻ ആവുന്ന ഈ കേസിൽ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് a raised to 1/3 ഇത് പോസിറ്റീവാണെന്ന് നമ്മൾ പറഞ്ഞു. എഫ് ഓഫ് ഇൻഫിനിറ്റി ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റിയുടെ കാര്യം. സോ എങ്ങനെ റിസൾട്ട് എങ്ങനെ, അതായത് ബി ഗ്രേറ്റർ ദാൻ 3a raised to 4/3 ആകുമ്പോൾ ഈ റിസൾട്ട് കിട്ടും. മൂന്നും പ്ലസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ സൈൻ ചേഞ്ച് ഒന്നുമില്ല, സൈന് ചേഞ്ച് ചെയ്യുന്നില്ല, നോ വാരിയേഷൻ ആണ് ഇവിടെ. ഹിയർ ഈസ് നോ വാരിയേഷൻ, ദസ് ആൾ റൂട്ട്സ് ആർ ഇമാജിനറി. നോ വാരിയേഷൻ മീൻസ് ഇവിടെ നമ്പർ ഓഫ് വാരിയേഷൻ ആണ് നമ്മൾ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ആയിട്ട് എടുക്കാറ്. ദാറ്റ് മീൻസ് ഈ കേസിൽ റിയൽ റൂട്ട്സ് ഇല്ല, ആൾ റൂട്ട്സ് ആർ ഇമാജിനറി, എല്ലാ റൂട്ട്സും ഇമാജിനറി ആണ്. ഇനിയൊരു കേസും കൂടെ ഉണ്ട്, ബി ലെസ് ദാൻ ആവുന്ന കേസ്. ബി ലെസ് ദാൻ 3a raised to 4/3. ആ കേസിൽ അതായത് എഫ് ഓഫ് a raised to 1/3യുടെ സൈന് കാണണം. അപ്പോൾ മൈനസ് 3a raised to 4/3 പ്ലസ് അതിനേക്കാൾ ചെറിയൊരു നമ്പർ എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ് കിട്ടുക. എഫ് ഓഫ് a raised to 1/3 is less than 0, that is negative. So the sign changes are f of minus infinity അത് പ്ലസ് ആണ്, എഫ് ഓഫ് a raised to 1/3 അത് മൈനസ് ആണെന്ന് കിട്ടി. ദെൻ എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി അത് പ്ലസ്സും. സോ ഇവിടെ സൈൻ ചേഞ്ചസ് ഇവിടെ ഒന്നുണ്ട്, ദെൻ ഇവിടെയും ഒന്ന്. സോ ടോട്ടൽ 2 വാരിയേഷൻസ്. ദസ് എത്ര റിയൽ റൂട്ട്സ് ഉണ്ടാവും? 2 റിയൽ ആൻഡ് സിമ്പിൾ റൂട്ട്സ്. 2 റിയൽ ആൻഡ് സിമ്പിൾ റൂട്ട്സ് ഒക്കേഴ്സ്. അപ്പോൾ 2 റിയൽ റൂട്ട്സ് ആണ്
റിയൽ സിമ്പിൾ റൂട്ട്സ് ആണ്. നമുക്ക് തന്ന എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി 4 ആണ്. സോ അതിന് 2 റൂട്ട് കൂടെ ഉണ്ടാവും. ടോട്ടൽ 4 റൂട്ട്സ് ഉണ്ടാവും. സോ ദി അതർ 2 റൂട്ട്സ് ആർ ഇമാജിനറി. അതർ 2 റൂട്ട്സ് ആർ imaginary roots. So that's the problem related to Rolle's theorem. First problem separating roots ആണ്. റൂട്ട്സ് സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർവെൽസ് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സീറോസ് കാണാം. ദെൻ എഫ് ഓഫ് എക്സിൻ്റെ സൈൻ ചേഞ്ചസ് കാണാം. രണ്ടാമത്തേലും ഹൗ മെനി റിയൽ റൂട്ട്സ് അതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. എത്ര റിയൽ റൂട്ട്സ് ഉണ്ട് എന്ന് കാണാൻ സൈൻ ചേഞ്ചസ് ആണ് കാണുന്നത്. ഇനി എല്ലാ സൈൻ ചേഞ്ചസും കാണുന്നത് ഒന്ന് -∞ +∞, അത് കോമൺ ആണ് എല്ലാ പ്രോബ്ലത്തിലും. ബാക്കിയുള്ള സൈൻ ചേഞ്ചസ് നോക്കുന്നത് ഡെറിവേറ്റീവിൻ്റെ സീറോയിലാണ്, അത് മാറരുത്. ഫംഗ്ഷൻ്റെ സീറോയിലല്ല, എഫ് ഡാഷിൻ്റെ സീറോയിലാണ്, ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ സീറോയിൽ. ഇനി സെപ്പറേറ്റ് ദി റൂട്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആ ഇൻ്റർവെല്ലും കൂടെ സെപ്പറേറ്റ് ഇൻ്റർവെൽസ് ഏതിലൊക്കെയാണ് റൂട്ട്സ് ഉള്ളത് എന്നുള്ള ആ സെപ്പറേഷനും കൂടെ കാണിക്കണം. താങ്ക് യു.